1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ ഒന്നുമുള്ള ചില വാക്യങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ആ പേജ് മറിക്കരുത്, നിർത്തി ഞാൻ പറയുമ്പോൾ ഒന്ന് വായിച്ചു തരണം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. മൈക്ക് വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. മൈക്കിലൊന്ന് വായിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, പിതാക്കന്മാരെ ഓർത്തിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എവിടെയായി മേഘം? മരുഭൂമിയിൽ കൂടി കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മേഘം, ഒരു സംരക്ഷണം അവർക്കുണ്ടായിരുന്നു. ഇന്ന് പകലിൽ നമ്മളും വലിയ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രതികൂലത്തിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ ഈ ലോകം നമുക്ക് അനുകൂലമല്ല കേട്ടോ. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഈ ലോകം നമുക്ക് സമാധാനം തരത്തില്ല. ഈ ലോകം നമുക്ക് സ്വസ്ഥത തരത്തില്ല. നമ്മൾ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കണം. അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലാത്തൊരു ലോകമാണ് ഇപ്പോഴത്തെ ലോകം. സ്തോത്രം. ഇവിടെ പറയുക, അവരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. സ്തോത്രം എന്ന് വെച്ചാൽ അവർ മിസ്രൈമിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മേഘം, അവൻ്റെ കര അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ഒരു മേഘത്തിന് കീഴിലാണ് നാം ആയിരിക്കുന്നത്. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ഒരു മേഘത്തിന് കീഴിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ ബലം കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കരമാണ്. അത് ഞങ്ങൾ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചേ. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ഇവിടെ പറയുന്ന സ്നാനം, സ്തോത്രം, സ്നാനമെന്നൊരു വാക്ക് കേൾക്കുന്നതേ ചിലർക്ക് പേടിയാ. ഈ സ്നാനവും ആ സ്നാനം കൂടെ മാറ്റമുണ്ട് കേട്ടോ. ഈ സ്നാനമെന്നൊരു വാക്ക് കേട്ടാൽ ചിലർക്ക് വിഷമാണ്. ചിലരുടെ വേദപുസ്തകം കണ്ടിട്ടില്ലേ? സ്നാനമെന്ന് എഴുതിയേക്കുന്നിടത്തെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ? മാമോദീസ എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ? കണ്ടിട്ടില്ലേ ആരും അങ്ങനെ? സ്നാനമെന്ന് വരുന്നിടത്തെല്ലാം എന്താ എഴുതിയേക്കുന്നത്? മാമോദീസ എന്ന്. സ്തോത്രം. നല്ല കാര്യമാണ്. നിമജ്ജനം, മുങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ മുങ്ങുക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരാണ് മുങ്ങേണ്ടത്. രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനും മുങ്ങേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനും മുങ്ങേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സഭയിൽ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, പ്രായമുള്ളതാണ്. അപ്പച്ചൻ്റെ ഭാര്യ, സ്തോത്രം, ഹല്ലേലൂയ, സ്നാനപ്പെട്ടതല്ലായിരുന്നു. കാരണം മറ്റു മക്കൾ സ്നാനപ്പെടാത്തവരുണ്ട്. നമ്മുടെ പഴയ ഒരു പാരമ്പര്യ കുടുംബമാണ്. ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എപ്പോഴെങ്കിലും എൻ്റെ ഭാര്യയെ ഒന്ന് മുക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ അപ്പച്ചൻ മുക്കേണ്ടത്? കാരണം അവളെ അടക്കുമ്പം നമ്മുടെ കല്ലറയിൽ അടക്കാമല്ലോ എന്ന്. അമ്മച്ചിക്ക് ഈ സ്നാനത്തെക്കുറിച്ച് നല്ല അമ്മച്ചിയാണ്, നല്ല സ്നേഹമാണ്. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് വലിയ കുറ്റി ഗ്ലാസ്സിനകത്താണ് ചായ കൊണ്ടുപോയി തരുന്നത്. ഞാനാണെങ്കിൽ ചായ കുടിക്കത്തുമില്ല. നല്ല സ്നേഹം. പക്ഷെ സ്നാനം എന്താണെന്ന് അമ്മച്ചിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പച്ചൻ പറഞ്ഞ എന്താണെന്നറിയാവോ? ഒന്ന് മുക്കുകയാണെങ്കിൽ നമുക്കപ്പം എന്ത് ചെയ്യാം? നമ്മുടെ കല്ലറയിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ മുക്കി കല്ലറയിൽ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ, അപ്പച്ച, ഒരു കുഴപ്പവും ഇല്ല, അങ്ങനെ മുക്കാൻ പറ്റുന്നില്ല. കാരണം സുബോധത്തോടെ അമ്മച്ചിക്ക് കർത്താവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാതെ നമ്മൾ മുങ്ങിയിട്ട് എന്നാ കാര്യമുള്ളത്? മുക്കാൻ ആഗ്രഹിക്കെങ്കിൽ നമ്മൾ മുഖ്യവരുടെ ലിസ്റ്റ് എഴുതാനാണെങ്കിൽ ഒരാളെ കൂടെ മുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ മുക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിനെ രക്ഷിതാവും കർത്താവുമായും സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ളൊരു സെൻസ്, പറയാനുള്ളൊരു കഴിവ് അമ്മച്ചിക്കില്ല. അതങ്ങോട്ട് ക്ലിക്കായിട്ടില്ല. നല്ല അമ്മച്ചിയാണ്, ഒരു ദൂഷണവും പറയാൻ പറ്റത്തില്ല. എൻ്റെ ചിന്ത ദൈവരാജ്യത്തിൽ പോയത് തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ചില ആളുകൾക്ക് സ്നാനം ഭയങ്കര പ്രയാസമാണ്. എൻ്റെ പ്രസംഗങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് നമ്മുടെ പിള്ളേരൊക്കെ ഇടാറുണ്ട്. സ്തോത്രം. എൻ്റെ കൊച്ചുമോന് ഇപ്പോഴും ഈ പ്രസംഗം അവിടെ കേട്ടോണ്ടിരിക്കുക. ഇവിടുത്തെ പ്രസക്ത ഭാഗങ്ങളൊക്കെ അവൻ കട്ട് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യുന്ന നമ്മുടെ ഇതിനകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, സ്നാനമെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് വിഷമാണ്. ഹല്ലേലൂയ. ഇന്നല്ലൊരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററുടെ പ്രസംഗം കൊള്ളാം, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കിട്ട് ഒരു താങ്ങ് തരുന്നുണ്ടെന്ന്. താങ്ങുന്നതല്ല, വചനം പറയുന്നതാണ്. രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം.
നിൽക്കുന്നിടത്ത് നിന്നാ മതിയെന്ന് പറഞ്ഞാൽ നീ ആജീവനാന്തം അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. നിൽക്കുന്നിടത്ത് നിന്നാൽ ആജീവനാന്തം നിൽക്കും. നിനക്കുമുണ്ട് കൊട്ടും പാട്ടും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ചെല്ലുവോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തോടുകൂടി പൗരോഹിത്യം എന്ത് ചെയ്തു? അത് അവസാനിച്ചു. സ്തോത്രം. ഇപ്പോൾ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ സ്തോത്രം ചെയ്തില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കുറേ നാൾ മുമ്പ് ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. നമ്മൾ ഈ ഉടുപ്പല്ല, എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. ആ അച്ഛനോട് എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രത്യേക ഒരു ഗണമല്ല, നാം എല്ലാവരും കർത്താവിനെ ആരാധിക്കുന്ന രാജകീയ വിശുദ്ധ പുരോഹിത വർഗമാ. ഒന്ന് സ്തോത്രം ചെയ്ത് ആ ഒരു ഓർമ്മ വേണം. ഹല്ലേലൂയ. യേശു ക്രൂശിൽ യാഗമായപ്പോൾ വേർപാടിന്റെ നടുച്ചുവർ രണ്ടായി ഇടിഞ്ഞു മാറുവാൻ ഇടയായി തീർന്നു. ഇനി ഏത് സമയവും കൃപാസനത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തിയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഇത് പണിതുകൊണ്ടിരുന്നപ്പം പണിയുന്ന ആൾ പറഞ്ഞു കുമ്പസാരിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഇവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു ഒരു പാടുമില്ല, ഇവിടുത്തെ പാസ്റ്ററും ഒരച്ഛനാ, ഇവിടോട്ട് കുമ്പസാരിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു നീ എൻ്റെ അടുക്ക കുമ്പസാരിക്കണ്ടെന്ന് പറഞ്ഞു. നീ കർത്താവിൻ്റെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിനോട് ഇടയ്ക്ക് ഏറ്റു പറയണം കേട്ടോ. വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് പകലുണ്ടാക്കിയ സകല ഗുരുത്തക്കേടും ഒന്ന് ഓർത്തിട്ട് സ്തോത്രം ചെയ്ത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. നിരപ്പ് പ്രാപിക്കണം. അപ്പൊ സ്നാനമെന്ന് പറയുന്നത് സ്തോത്രം കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവ് കാണിച്ചെന്ന മാതൃകയാണ്. സ്തോത്രം കർത്താവിനോട് ചേരുവാനാണ്. ഇത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ സ്വർഗത്തിൽ പോകത്തില്ല. അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരസ്യമായി വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയ അവരെല്ലാം ഭോഷന്മാരായി തീരുകയല്ലേ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മുടെ വിഷയം അതല്ലേലും താഴോട്ടാണ്. അപ്പം സ്നാനം എന്നൊരു വാക്ക് വന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. സ്നാനം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഏറ്റു പറയണം. ഹല്ലേലൂയ. നേരത്തെ ഞാനൊരു ഇത് കണ്ടായിരുന്നു. ഈ ചെവി കേൾക്കാൻ വയ്യാത്തതും സംസാരിക്കാൻ കഴിയാത്തതുമായ ആളുകളെ സ്നാനപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലേ? യൂട്യൂബിനകത്ത് ചെവി കേൾക്കാനും മേല, സംസാരിക്കത്തുമില്ല. ഞാനത് കണ്ടായിരുന്നു. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കുക. കൈയും കാലും കൊണ്ട് കാണിച്ചു കൊടുത്തേച്ച് കർത്താവിനെ അംഗീകരിച്ചവനെ അവന് സല്യൂട്ട് ചെയ്യണ്ടേ? ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല. അവര് സ്നാനപ്പെട്ടെന്ന്. എന്നിട്ട് പപ്പടം പോലുള്ള ചെവി ഉണ്ടായിട്ടും സുവിശേഷം കേട്ടിട്ടും നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ അവരെഴുന്നേറ്റ് ന്യായം വിധിക്കുകയല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നാനപ്പെടാത്ത പിള്ളേരൊക്കെ എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് വേണം. സ്റ്റൈല് മാറ്റണം. ഇപ്പോഴത്തെ ന്യൂജന്നിന്റെ സ്റ്റൈലുമായിട്ട് വന്നിട്ട് മുക്കരുത്. ഒറ്റ പാർഷന്മാരെ മുക്കരുത്. ന്യായമായി തലമുടി വെട്ടി, ന്യായമായി ഇറക്കമുള്ള ഉടുപ്പിട്ട്, ന്യായമായി ജീവിക്കുന്നവരെ മാത്രമേ മുക്കാവുള്ളൂ. എണ്ണം കൂട്ടാൻ സ്നാനപ്പെടുത്താൻ ദൈവം നിന്നെ ചോദന ചെയ്യും. ദൈവം നിന്നോട് ചോദിക്കും. ശരിക്ക് ഗുണപ്പെട്ടതിനെ മാത്രം മുക്കിയാൽ മതി, അല്ലാത്തതിനെ ഒന്നും മുക്കരുത്. നമ്മുടെ പിള്ളേരെ മുക്കാൻ ആരും നിർബന്ധിക്കരുത്. ശരിക്ക് ഗുണപ്പെട്ടിട്ട് എനിക്ക് മുങ്ങണം, സ്നാനപ്പെടണം, കർത്താവിനോട് ചേരണമെന്ന് തോന്നിയ ചിലർ പറയാം മുക്കിയിട്ട് പിന്നെ നന്നായിക്കോളുമെന്ന്. മുക്കിയിട്ടേച്ചുള്ളതാ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ചുറ്റിയും കൊണ്ടൊക്കെ നടക്കുന്നത്. മുക്കി അങ്ങനെ ഇടണ്ടെന്നേ. ഇവിടെ ആർക്ക് കണക്ക് കൊടുക്കാനാ നമ്മള് ഇവിടെ ഈ പ്രസ്ഥാനമൊന്നും ഇടയ്ക്ക് നമ്മുടെ ഫോർമാലിറ്റിക്ക് നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഒരു കണക്കറിയാൻ വേണ്ടി, അല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി മാനസാന്തരം. ചിലരങ്ങ് വാശിയാ. ചിലർ എങ്ങനെയുള്ളവനെ എങ്ങനെ മുക്കിയാൽ മതി എന്നാ. ഈ ഒരാളെ രക്ഷയിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ അല്ലാട്ടോ ചെയ്യുന്നത്. പലരും അവരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, പലരും വെട്ടിയിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ട്. അവസാനം സ്നാനപ്പെടാറായപ്പോൾ ഒരുത്തൻ്റെ കൈ കിട്ടി, അവൻ മുക്കി. മൊത്തം ക്രെഡിറ്റ് അവൻ എടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളാരും ഹല്ലേലൂയ സ്തോത്രമൊന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ട് പിള്ളേരൊക്കെ നാമയും പറഞ്ഞേ, ഗുണപ്പെട്ടവരെ മാത്രമേ മുക്കാവുള്ളൂ. സ്തോത്രം. കർത്താവിനോട് ചേരാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ. പെണ്ണ് കെട്ടാൻ വേണ്ടി ആരും മുങ്ങരുത് കേട്ടോ. പെണ്ണ് കെട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെയുള്ളവരെ മുക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പുറത്തുനിന്ന് വന്നിട്ട് എൻ്റെ അടുക്ക വന്നിട്ടുണ്ട്. ഞാൻ അവരോട് വചനം പറഞ്ഞു കൊടുത്ത് ഭർത്താവിനോട് ചേരാനല്ല കർത്താവിനോട് ചേരാനാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മുങ്ങാവുള്ളൂ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചിട്ട് മുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചോ, വേഗം വായിച്ചോ.
എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന്. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന. സ്തോത്രം. ഈ മന്ന, അന്നത്തെ മന്നയെ കുറിച്ചാ പറയുന്നത് കേട്ടോ. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കത്രിമേശയെ നിസ്സാരമായിട്ട് ആളുകൾ കാണരുത് കേട്ടോ. കത്രിമേശയെ നിസ്സാരമായിട്ട് വാക്കുകൾ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മുടെ കർത്താവിൻ്റെ, അത് ശരീരവും രക്തവുമായിട്ട് മാറുന്നില്ലെങ്കിലും അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. സ്തോത്രം. ചിലരെല്ലാത്തിനെയും അങ്ങ് നിസ്സാരമായിട്ട് കാണുകയാണ്. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ നാമം പോലും വൃഥാ എടുക്കരുത്. കർത്താവിൻ്റെ നാമം വൃഥാ എടുക്കരുത്. എല്ലാവരും ഉപദേഷ്ടക്കന്മാരാകരുത്. ഹല്ലേലൂയ. എല്ലാവരും ഉപദേഷ്ടക്കന്മാരാകരുത്. ഉപദേശിക്കാൻ നീ നന്നായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം നിനക്ക് അങ്ങനെ ഒരു പ്രേരണ തന്നാൽ മാത്രമേ നീ ചെയ്യാവുള്ളൂ. ഉപദേശിക്കുന്നവർക്ക് കൂടുതൽ ശിക്ഷാവിധിയാ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ ഞങ്ങൾ ജീവിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിന്ന് അതിന് സമാധാനം പറഞ്ഞ് സ്വർഗ്ഗത്തിൽ പോവും. സമാധാനം പറയിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ലേഖനത്തിൽ വായിച്ചില്ലേ, മോഷ്ടിക്കരുതെന്ന് പറയുന്ന നീ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. എല്ലാവരും താഴോട്ട് വായിച്ച് ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. നമ്മൾ അവിടെ നോക്കിയാൽ എന്തോ അവിടെ അങ്ങനൊന്നും കാണുന്നില്ല. മോശ പാറയടിച്ചു, ആ പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളത്തിൽ നിന്ന് അവർ കുടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മന്ന ലഭിച്ചു. സ്തോത്രം. ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം പറയുക. സ്തോത്രം. അർത്ഥമായിട്ടും നമുക്കൊന്നും ഗ്രഹിക്കാൻ വേണ്ടി പറയുക. കൊരിന്ത്യരോട് പഴയ കാര്യം പറഞ്ഞ് കർത്താവിനെ കുറിച്ച് പറയുക. വായിച്ചോ. അവരെ അനുഗമിച്ച, എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമാത്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നല്ലയോ അവർ കുടിച്ചത്. അവരെ അനുഗമിക്കുന്ന ആത്മീക പാറ. ഇന്ന് പകലിൽ നിന്നെ അനുഗമിക്കുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എല്ലാവരും നിന്നെ കൈവിടട്ടെ. സഹോദരങ്ങളെല്ലാം കൈവിടട്ടെ. ബന്ധുക്കളും ചാർച്ചക്കാരും കൈവിടട്ടെ. സ്തോത്രം. എന്നാൽ നിന്നെ കൈവിടാത്തൊരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്നെ അനുഗമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. നീ ലേബർ റൂമിൽ കിടന്നിട്ടുള്ള സഹോദരിമാരുണ്ട്. ലേബർ റൂമിൽ ആരാ നിന്നെ വന്ന് സഹായിച്ചത്? നിന്റെ കർത്താവ്. അവൻ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് ബോധ്യമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേബർ റൂം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ലേബർ റൂമിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മോഡൽ ലേബർ റൂമിൽ. അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. അമേരിക്കയിലെ ഓരോ റൂമുകളും ലേബർ റൂമുകളാണ്. കൊച്ചിൻ്റെ വേദന കണ്ടപ്പോൾ ഞാനും എൻ്റെ ഭാര്യയെ ഇറങ്ങി ഓടി. സ്തോത്രം. ഞങ്ങൾ പുറത്ത് വരാന്തയിൽ പോയി നിന്നു. അവളുടെ ഭർത്താവും അവളുടെ അമ്മായിയമ്മയുമാണ് ആ റൂമിൽ നിന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞിൻ്റെ അതിവേദന കണ്ടപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടു. സ്തോത്രം. ഭാരപ്പെട്ടു. താമസിച്ചുണ്ടായതാ. കർത്താവേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആ ലേബർ റൂമിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നത് ഞങ്ങളെ മനസ്സിലാക്കി. ഞങ്ങൾ ആ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുക. അവനവൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമമുള്ളൂ. ഈ അനുഭവത്തിൽ കൂടെ പോകാത്തവർക്കൊന്നും തോന്നത്തില്ല. പാസ്റ്റർ എന്തിനാ ഈ സഭായത്തിനിടെ ഇത് പറയുന്നെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ വേദനയുടെ പോയിട്ടുള്ള സഹോദരിമാർക്കറിയാം. കർത്താവ് കരം പിടിച്ചതറിയാം. നീ ഇന്നൊന്നുകൂടെ അറിയാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നത്. നിന്റെ കരം പിടിച്ചൊരു കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ പതറിപ്പോകാവുന്ന സമയം, ഈ ശുശ്രൂഷ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ച സമയം, നിന്നെ കരം പിടിച്ചൊരു കർത്താവുണ്ട്. നിന്നെ അനുഗമിച്ചൊരു കർത്താവുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാര് എല്ലാം സന്തോഷത്തോടെ ആയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് വേണ്ടാന്ന് പോലും മനസ്സിൽ ചിന്തിച്ചവരുണ്ട്. പ്രതികൂലവും പ്രയാസവും ബുദ്ധിമുട്ടും അപവാദവും കഷ്ടതയും പട്ടിണിയും എല്ലാം വന്ന് സ്തോത്രം ആയിരിക്കുമ്പോൾ വേണ്ട എന്ന് വെച്ചവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നിന്നെ അനുഗമിച്ചൊരു പാറ. ഹല്ലേലൂയ. ഈ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം എന്നിവിടെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് നിന്നെ അനുഗമിക്കുന്ന ഒരു പാറയുണ്ട്. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നു, എന്നെ അനുഗമിക്കുന്ന ഒരു പാറയുണ്ട്. ആ പാറ ക്രിസ്തുവാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഓരോ നടത്തിപ്പുകളിലും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാറുണ്ട്.
കാരണം എന്നെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒരിക്കൽ മസ്കറ്റിൽ നിന്നാന്ന് തോന്നുന്നു പോകുമ്പം വലിയ ക്യൂ ആ ഇമിഗ്രേഷനിൽ, സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ. ഞങ്ങൾ ബാഗൊക്കെ ബെൽറ്റയിലോട്ട് വെച്ച് കഴിഞ്ഞപ്പം ഒരു സെക്യൂരിറ്റി വന്നിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളോട് പറഞ്ഞ തിരക്കാ, ഇവിടുന്ന് തള്ളി അങ്ങ് മാറ്റി വേറെ കുറേ മാറിയിട്ട് ആ സെക്യൂരിറ്റി ഇതിനകത്തോട്ട് കയറ്റി വിട്ടു. ഞങ്ങൾ കയറിപ്പോയി. ഞങ്ങളുടെ ബാഗും പാസ്പോർട്ടും കയ്യിലുണ്ടായിരുന്നു, മറ്റേ ലഗേജ് കയറിപ്പോയി. അവിടെ പോയി. ഭയങ്കര ആൾക്കൂട്ടും, ഭയങ്കര കാണും. ഏത് ഇതിലാണ് വെച്ചെന്ന് ഒരു ഓർമ്മയില്ല. കയ്യിലൊന്നുമില്ല, സ്തോത്രം, കയ്യിലൊന്നുമില്ല. പാസ്പോർട്ടില്ല, ടിക്കറ്റില്ല, ബോർഡിംഗ് പാസ് ഇല്ല, എല്ലാം അങ്ങ് വെച്ച് അങ്ങ് കയറ്റി വിട്ടതാണ്. കുറേ നേരം നിന്ന് ഇതായി. എൻ്റെ ഭാര്യ വിഷമിച്ചു. സ്തോത്രം, എന്താ ചെയ്യണ്ടേ? കുറേ നേരം നിന്നു. സ്തോത്രം. ഞാൻ അവസാനം അവിടെ ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവും. ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും ചോദിച്ചു, അവരോട് പറഞ്ഞു. അവസാനം ഒരു സെക്യൂരിറ്റി ഓഫീസറോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്നതാ, പക്ഷെ ഞങ്ങളുടെ ബാഗ് കാണുന്നില്ല, എവിടാ നിന്ന്, ഏത് കൗണ്ടറിലാണ് നിന്നെന്നതിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ കൗണ്ടർ ഞാൻ നോക്കി, ഈ തള്ളിനിടെ ഞാൻ പോയില്ലേ, കൗണ്ടർ ഏതാണെന്നറിയാമോ? കൗണ്ടർ അറിയത്തില്ല. അന്നേരം വേറൊരു സെക്യൂരിറ്റി പറഞ്ഞു, കാരണം ശ്രദ്ധിക്കപ്പെടാത്ത 2 ബാഗും ഇതും അവരവിടെ കണ്ടു, ഈ ബെൽറ്റിൽ നിന്ന് അവരെടുത്തു വെച്ചു, ഒരിടത്ത് ഇരിപ്പുണ്ടെന്ന്. എൻ്റെ ഭാര്യ വല്ലാതെ ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമില്ല, എന്തെങ്കിലും പരിഹാരം, എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, എടുത്ത് അലറേണ്ട കാര്യമില്ല, പരിഹാരം ഉണ്ടാവും. അരമണിക്കൂർ അവിടെ നിന്നു. അപ്പോഴത്തേക്ക് പറഞ്ഞു, ദേ അവിടെ 2-3 ബാഗ് അവർ സസ്പെക്റ്റഡായിട്ട് വെച്ചേക്കുക, കാരണം ആളില്ലാത്ത ചില ബാഗ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ബോർഡിംഗ് പാസ് എൻ്റെ കയ്യിൽ നിന്ന് പോയ ഇതുണ്ട്. കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ ഞാൻ ബാംഗ്ലൂരിന് കയറുമ്പം ബോർഡിംഗ് പാസ് ഷർട്ട്, പോക്കറ്റില്ലാത്ത ഷർട്ട് ഇട്ടുകൊണ്ടിരുന്നത്. പോക്കറ്റില്ലാത്ത ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കരുത് കേട്ടോ ഉപദേശിമാരും. ആർക്കെങ്കിലും ഒരു 500 രൂപ പോക്കറ്റിലിടണമെങ്കിൽ പോക്കറ്റില്ലല്ലോ എങ്ങനെയാണ് വീഴുന്നത്. ഞാൻ ബോർഡിംഗ് പാസ് പോക്കറ്റ് ഉണ്ടെന്ന് ഓർത്ത് പോക്കറ്റിലോട്ട് ഇട്ടു. പോക്കറ്റില്ലായിരുന്നു. ചെക്കിങ്ങും കഴിഞ്ഞ് അകത്ത് കയറി. അവസാനം കൗണ്ടർ മെയിൻ പ്ലെയിനിലോട്ട് കയറാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബോർഡിംഗ് പാസ് നോക്കിയപ്പോൾ ഇല്ല. അവിടെ എല്ലാം തപ്പി. മോൻ്റെ ഇൻ്റർവ്യൂവാ, മോൻ്റെ കൂടെ പോകേണ്ടതാ. സ്തോത്രം, ഹല്ലേലൂയ. വിഷമിച്ചു. അപ്പം ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ചു, ഹിന്ദിക്കാരാ, അവരോട് ചോദിച്ചു. അവരവിടെ എല്ലാം നോക്കി. നമ്മുടെ ഇത് അവിടെ എപ്പോഴും തൂത്തുവാരിക്കൊണ്ടിരിക്കും. നമ്മുടെ താഴെ വീണപ്പോൾ തന്നെ അവർ തൂത്തുവാരി. അയാൾ പറഞ്ഞ് ടോയ്ലറ്റിലെല്ലാം പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ പോയി നോക്കിയിട്ട് ഒരിടത്തുമില്ല. അവസാനം അയാൾ അവിടെ നിന്ന് ഞാൻ അകത്ത് കയറി, ഇനി എന്നെ പുറത്തും വിടാൻ പറ്റത്തില്ല, എന്നെ പിടിച്ചോണ്ട് ഒരു പ്രതി പോലെ പിടിച്ചോണ്ട് വീണ്ടും അവരുടെ എയർപോർട്ടിൻ്റെ അവരുടെ ഓഫീസിൽ വന്നു. എനിക്ക് പാസ് തന്നു. ഹല്ലേലൂയ. അയക്കെന്നോട് കരുണ തോന്നിയില്ലല്ലോ ഉണ്ടല്ലോ, ഞാൻ ജയിലിൽ പോവും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ കാര്യങ്ങളിൽ നടക്കുന്നതാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം. അമേരിക്കയിൽ വെച്ച് എന്നെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഇത് ഈ പോക്കറ്റ് കീ അടിക്കുക. അവർ തിരിച്ചും മറിച്ചും എല്ലാം നോക്കി. അവൾ ഇറങ്ങിപ്പോയി അപ്പുറം നിൽക്കുന്നു. കൊച്ചുങ്ങൾ തന്നെ ഞങ്ങളെ റിസീവ് ചെയ്യാനിരിക്കുന്നു. ഇയാൾ വിടുകയല്ല. എന്തോ ചെയ്യാനാ? സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞതാ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവരില്ല ഇവിടെ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിഞ്ഞേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നിന്നോട് സംസാരിക്കുന്നുണ്ട്. നിന്നെ അനുഗമിക്കുന്ന ഒരു പാറയുണ്ട്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ നമ്മുടെ കഴിവല്ല കേട്ടോ. ആ പാറ ക്രിസ്തുവാണ്. അതൊന്ന് മനസ്സിലാക്ക പ്രിയമുള്ളവരെ. താഴോട്ട് വായിച്ചേ, വേഗം വായിച്ചേ. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അയ്യോ, സ്തോത്രം. ആത്മീയാഹാരം കുടിച്ചു, കത്രിമേശ എടുത്തു, സഭായോഗം കൂടി, കാത്തിരിപ്പ് യോഗം നടത്തി, എല്ലാം കഴിഞ്ഞു. ഇവിടെ പൗലോസ് പറയുകയാണ്, എങ്കിലും മിക്കപേരിലും, ഒന്ന് ചേർത്ത് പറഞ്ഞേ, എങ്കിലും മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. നമ്മളൊന്ന് ചോദിച്ചേ, കർത്താവേ നിനക്കെന്നോട് പ്രസാദമുണ്ടോ? അവിടെ എഴുതിയത് അങ്ങനെ കിടക്കട്ടെ. പരിശുദ്ധാത്മാവ് കൃത്യമായി എഴുതിയിരിക്കുക, എങ്കിലും മിക്കപേരിലും പ്രസാദിച്ചില്ല. എന്നിൽ ഞാൻ ഇടയ്ക്ക് കർത്താവിനോട് ചോദിക്കും, കർത്താവെ നീ അനുഗ്രഹിക്കണം, നിന്നിൽ ആശ്രയിക്കുക, ലജ്ജിച്ചു പോകരുത്, നിന്നിൽ ആശ്രയിക്കുക.
ലജ്ജിച്ചു പോകരുത്. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് ചോദിച്ച് തന്നോട് തന്നെ പരിശുദ്ധാത്മാവൊന്ന് സംസാരിക്കട്ടെ. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് സ്തോത്രം കർത്താവ് നമ്മിൽ പ്രസാദിക്കുമോ? ഹല്ലേലൂയ. എങ്കിലും നമ്മൾ ആ ഗണത്തിൽ പെടരുത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, വാഗ്ദത്ത നാട്ടിലേക്ക് കയറിപ്പോയത് 20 വയസ്സിന് മേളിലോട്ടുള്ളതിൽ യോശുവയും കാലേബും ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട്. വാക്ക് വളരെ ശ്രദ്ധിക്കണം. അവന് വേറൊരു സ്വഭാവമാ. അവര് ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട് 20 വയസ്സിന് മുകളിലോട്ടുള്ളതിൽ യോശുവയും കാലേബും അല്ലാതെ ആരും വാഗ്ദത്ത നാട്ടിൽ കടന്നില്ല. ഇവിടെ അത് എഴുതിയിരിക്കുക, അത് ഓർപ്പിക്കുക. അതൊന്ന് ഓർപ്പിച്ച് വായിച്ചേ, താഴോട്ട് വായിച്ചേ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടുകളെ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടെന്ന്. ഈ മന്ന അനുഭവിച്ചവരാ, കൂട്ടായ്മ ആചരിച്ചവരാ, ചോരത്തളിയും പെസഹായും ഒക്കെ ആചരിച്ചവരാ. പക്ഷെ അവരെ മരുഭൂമിയിൽ എന്ത് ചെയ്തു? തള്ളിയിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് പഴയമത്തിലെ കാര്യമല്ല, ഇത് നമ്മളൊന്ന് ഓർക്കണമെന്ന്. നമുക്ക് ദൃഷ്ടാന്തമായി എന്ത് ചെയ്തിരിക്കുക? ഭവിച്ചു. നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു ഭയത്തോടെ ആയിരിക്കണം. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യം നമ്മളെ ശോധന ചെയ്യുന്നത് കർത്താവാ കേട്ടോ. അവൻ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്, സകല ഹൃദയ രഹസ്യങ്ങളും അറിയുന്നവനാ. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറയുക, എൻ്റെ നടപ്പും കിടപ്പും നീ എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. എല്ലാവരും അറിയണം, പല കള്ളത്തരങ്ങളും പലരുടെ കയ്യിലും ഉണ്ട്. ഭാര്യമാരെ കാണിക്കാതെ മൊബൈൽ പൂട്ടി വെക്കുന്ന ആളുകളുണ്ട്, പാസ്വേഡ് പറയാതെ. സ്തോത്രം. ചില ഭാര്യമാര് ഭർത്താവിനെ കാണിക്കാത്ത മൊബൈലുകളുണ്ട്, പാസ്വേഡ് പറയത്തില്ല. ഇതെല്ലാം കർത്താവിന് നിന്റെ സകല പാസ്വേഡും അറിയാം, സകല നമ്പറും കർത്താവിനറിയാം. ഹല്ലേലൂയ. ഈ രാത്രിയിലെ ഫോൺ വിളി ഉണ്ടല്ലോ, അതും കർത്താവിനറിയാം. ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വിളിക്കുന്ന ഫോണ്, ഭർത്താവ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വിളിക്കുന്ന ഫോണ്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. അവനെല്ലാം അറിയുക. സ്തോത്രം. ഞാൻ സ്നേഹത്തോട് പറയട്ടെ, സ്വന്തം ഭാര്യമാരല്ലാത്ത മറ്റുള്ളവരെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കണം. അവരോട് നീ കിന്നാരം പറയാനാണ് ഫോൺ വിളിക്കുന്നെങ്കിൽ നീ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിന്റെ ഹൃദയം കൊണ്ട്. ഹല്ലേലൂയ. തിരിച്ചു അതുപോലെയാ. ആവശ്യമുണ്ടെ വിളിക്കണം, അത്യാവശ്യം. ഞാനിപ്പോൾ മിക്കയിടത്തും വോയിസ് മെസ്സേജ് ആയിടുന്നത്, കാരണം ആളുകളെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. ഏത് നേരം ദുരു ഫോൺ അടിക്കുമ്പോൾ വിഷമം വരും. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിക്കുന്നുണ്ട്, എനിക്ക് പറയാം. എന്നോട് നിർബന്ധിക്കുക പരിശുദ്ധാത്മാവ് ഇത് പറയാൻ. ഹല്ലേലൂയ. നീ ആവശ്യമില്ലാതെ ഈ ഫോണ് നിന്നെ ന്യായം വിധിക്കുമ്പോൾ, ന്യായവിസ്താരത്തിന് മുമ്പ് നിൽക്കുമ്പോൾ നീ ആ ഫോണുമായിട്ട് നിൽക്കേണ്ടി വരും. ആ ഫോണ് വരും നിന്റെ കൂട്ടത്തിൽ. അതിനകത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും ഇപ്പൊ സൈബർ സെല്ലുകാർക്കറിയാം, നീ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് എടുക്കാനും അവർക്കറിയാം. അങ്ങനെയെങ്കിൽ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനായ കർത്താവ് എല്ലാം വെളിച്ചത്ത് വരും. ഗൂഢമായതൊന്നും മറഞ്ഞിരിക്കത്തില്ല, എല്ലാം വെളിച്ചത്ത് പറയും. അറയിൽ പൊരുപെറുക്കുന്നത് പുരമുകളിൽ ഘോഷിക്കപ്പെടും. നമ്മൾ പറഞ്ഞ എന്നാന്നറിയാം, നമുക്കൊരു മടങ്ങിയവരവ് ആവശ്യമാണ്. ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്നോട് ആര് ദേഷ്യപ്പെട്ടാലും എനിക്കൊരു വിഷയവുമില്ല. കാരണം എന്നെ വിളിച്ചവൻ ദൈവമാണെന്നറിയാം. നമ്മൾ ക്രമപ്പെടണം. ഞങ്ങൾ ഈ സോപ്പിട്ട് പ്രസംഗിച്ചു പോയാലുണ്ടല്ലോ, ഇങ്ങനെ ഒരു വേദി മൈക്കും നല്ല പൈസ മുടക്കിയായി മീറ്റിംഗ് നടക്കുന്നത്. ഇങ്ങനെ ഒരു വേദി കിട്ടിയിട്ട് ഞാൻ പറയാതെ പോയാൽ കർത്താവ് എന്നോട് ചോദിക്കും. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ചോദിക്കും. ഹല്ലേലൂയ. ഞാൻ ചില സഭകളിലൊക്കെ അമേരിക്കൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു വിടും, പപ്പേ അവിടെ ചെന്ന് ആവശ്യമില്ലാത്തൊന്നും പ്രസംഗിക്കരുത്. ഇവിടുത്തെ പെണ്ണുങ്ങളാരും തലയെ ഷാളും ഇടത്തില്ല, ദേഹത്ത് ഷാളും ഇടത്തില്ല, എല്ലാം ടീഷർട്ട് വിട്ട് ജംബോ സർക്കസിലെ രാഗിണിയെ പോലെ ആണ് ഇവർ നടക്കുന്നത്. പപ്പ കയറി അതും ഇതുമൊന്നും ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ജംബോ സർക്കസ് കേട്ടിട്ടില്ലേ? അത് തന്നെ. അപ്പം പപ്പ കയറി അതൊന്നും പറയരുത്. കാരണം പപ്പയ്ക്ക് വീട്ടിൽ പോകേണ്ടതാണ്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ്. കാരണം ഞാൻ ഒരു പ്രസംഗം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം യൂട്യൂബ് മെസ്സേജ് വിട്ടു. ഇന്ന് ഓക്കലഹോമായിലൊരു സഭയിലാണ്. അവർ പറഞ്ഞു ഇന്നൊരു പാസ്റ്റർ വന്നിട്ടുണ്ട്, ആ പുള്ളി ചെറുപ്പക്കാർക്കിട്ടൊക്കെ തട്ടിയേച്ച് പോകാമെന്നും പറഞ്ഞ് ഗുരു പിള്ളേരെ മെസ്സേജ് ഇട്ടു. പറയണ്ടേടാ,
നിൻ്റെ മുടിവെട്ടും നിൻ്റെ നിക്കറും നിൻ്റെ നിക്കറിൻ്റെ പാൻറ്റും പോക്കറ്റും എല്ലാം കണ്ട് ഞാൻ ഇന്നാൾ ഒരു ദിവസം എവിടെ പ്രസംഗിച്ചായിരുന്നു. ഈ ഒത്തിരി പോക്കറ്റിൻ്റെ ആവശ്യം എന്നാണെന്നറിയാം. കനിത്തൊഴിലാളികളായിരുന്നു ഈ ഒത്തിരി പോക്കറ്റുള്ള പാൻറ് ഇടുന്നത്. ഖനിത്തൊഴിലാളികളെ അകത്തോട്ട് പോകുമ്പോൾ അവരുടെ ബിസ്ക്കറ്റ്, അവരുടെ വെള്ളം, അവരുടെ സ്ക്രൂ ഡ്രൈവർ, അവരുടെ അതും ഇതും ഒക്കെ ഇടാൻ വേറെ സഞ്ചി ഇല്ല. അവരങ്ങ് കനിയിലോട്ട് ഇറങ്ങിപ്പോവുക. അപ്പോൾ അവരുടെ സ്ക്രൂ ഡ്രൈവറും അവരുടെ ഭക്ഷണവും അവരുടെ ബിസ്ക്കറ്റും എല്ലാം വെക്കാനാണ് ഈ അവിടെ ഇവിടെ എല്ലാം പോക്കറ്റ്. ഇത് എല്ലാം പാഷനാന്നും പറഞ്ഞുകൊണ്ട് എങ്ങാണ്ട് കോഞ്ഞാട്ടയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. ഞാൻ പറയാം, വീട്ടിൽ കിട്ടിയിട്ടുണ്ട് നടന്നു. അത് ഫാഷനാന്ന് തോന്നരുത്. നമ്മുടെ വേസ്റ്റ് കാണിച്ചുകൊണ്ട് നടക്കുന്ന എങ്ങനെയാണ് ഈ ആരെങ്കിലും ചിലടത്ത് ചെന്ന് നമ്മുടെ ചില ആമ്പിള്ളാരുടെ കാര്യമാണ് പറഞ്ഞത്. കുനിഞ്ഞു കഴിഞ്ഞാൽ അകത്തെ ഷഡ്ഡിയുടെ ബെൽറ്റ് വരെ കാണാം. എന്തിനാണ് നമ്മളെയൊക്കെ ഇത് കാണിക്കുന്നത്? ഈ വീട്ടിലിരുന്ന് കാണീര്. ഹല്ലേലൂയ. മടങ്ങി വാ, ദൈവസേനയിലേക്ക് മടങ്ങി വാ. ഇറക്കമുള്ളതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക. പെൺപിള്ളാരും വളരെ ശ്രദ്ധിക്കണം. ഞാൻ കേട്ടാ കൂത്താട്ടുകുളത്തെ പുതിയമ്പുറത്തെ അമ്മാമ്മ ഒരിക്കൽ നമ്മുടെ ഒരു സെൻട്രൽ കൺവെൻഷനിൽ അമ്മാമ്മ പുതിയമ്പുറത്തെ ഏലിയമ്മാമ്മ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. പെൺപിള്ളാരോട് ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ടൗൺ ഹാളിൽ നടന്ന സെൻട്രൽ കൺവെൻഷനാണ്. എടി പെൺപിള്ളാരെ ഇടേണ്ടടുത്ത് ഇടറി ഷാളെന്ന്. എനിക്ക് അമ്മാമ്മയെ ഓർത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നിട്ടേ വിടത്തുള്ളെന്ന്. എടി ഇടേണ്ടടുത്ത് ഇടാൻ ഷാള്. ഞങ്ങളുടെ അമ്മമാരാട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. എടാ അങ്ങനെ ചങ്കൂറ്റം കാണിക്കണമെന്ന് അമ്മമാർ. ഇന്ന് അമ്മമാർക്ക് പേടിയാണ്. മക്കളെ പേടിയുള്ള തള്ളമാരും മക്കളെ പേടിയുള്ള തന്തമാരുമാണ് ഇന്നത്തെ സമൂഹത്തിൽ മുഴുവനും. അവൻ വല്ലതും കാണിച്ചാലോ, ഉയ്യോ, അവൻ അതിട്ട് പേടിപ്പിക്കുക നിന്നെ കാണിക്കുമെന്നും പറഞ്ഞു. കാണിക്കുന്നോ കാണിക്കട്ടെ, കാണിക്കാനാണ് അവൻ്റെ വിധിയെങ്കിൽ അവൻ അങ്ങനെ പോകത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പാസ്റ്റർക്ക് പറയാം, ഞങ്ങൾക്കല്ലേ എൻ്റെ ദണ്ണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. PM ഫിലിപ്പ് പാസ്റ്റർ പ്രസംഗിച്ച് അവരെല്ലാം പോയല്ലോ, മൺമറഞ്ഞു പോയല്ലോ. കുമ്പനാട് കൺവെൻഷനിൽ PM ഫിലിപ്പിനെ പിടിച്ചാൽ മതി, എന്നെ പിടിക്കരുത് കേട്ടോ, പുള്ളിയെ ചെന്നാൽ കാണാം. മുടി പെൺപിള്ളങ്ങൾ അഴിച്ചിടരുത്. PM ഫിലിപ്പാ പറഞ്ഞ കേട്ടോ. PM ഫിലിപ്പിൻ്റെ പ്രസംഗം ഞാനൊന്ന്, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നില്ലല്ലേ, ഞാനൊന്ന് കോപ്പി ചെയ്തതേ ഉള്ളൂ. മുടി അഴിച്ചിടരുത്. എന്നിട്ട് വ്യാഖ്യാനമൊക്കെ പറഞ്ഞ് ഞാൻ ആ വാക്യമൊന്നും വായിപ്പിക്കുന്നില്ല. അറിയാവുന്ന ഉപദേശിമാരൊക്കെ അറിയാം ആരാ മുടി അഴിച്ചിടേണ്ടതെന്നും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ പറയുക, എന്നെ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇതൊന്നും പാറിപ്പറക്കാതെ എന്തെങ്കിലും ഒരു കണിമണി അതൊക്കെ വെച്ചുകൊണ്ട് നടക്കുക. ഏത് നേരം ഈ തട്ട് തട്ടാതെ. നിന്റെ പോക്ക് ശരിയല്ലെന്നുള്ളതിൻ്റെ അടയാളമാണ് നീ ഈ തട്ടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ പോക്ക് ശരിയല്ല, നിന്റെ രീതി ശരിയല്ല. പാടുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പാട്ട് അനീഷ്കാവാലം കാണിച്ചതല്ല കേട്ടോ ഞാൻ കാണിച്ചത്, പുള്ളി അത് കാണിക്കും. എടാ ഇത് ആ പുള്ളിയെങ്കിലും പറയട്ടെ, ആ പുള്ളിയോട് നമുക്ക് എതിരെന്തുതിനാ? എടാ പാടുന്നതിൻ്റെ ഇടയിലും മുടിയല്ല പണി, പാടുന്നതിൻ്റെ ഇടയിലും ചില പാട്ടുകാർക്കും പണി ഇതാ, മുടിയല്ല പണി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പാൻറ്റൊക്കെ വലിച്ചിട്ട് ഒരു ഇടപ്പ്. അപ്പം ഈ വലിച്ചിടുമ്പോൾ നമ്മളെല്ലാം അങ്ങോട്ട് നോക്കണം. പലരും വലിച്ചിടാറുണ്ട്. ഈ വലിച്ചിടുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കാൻ വേണ്ടിയാണ് വലിച്ചിടുന്നത്. മനസ്സിലായിട്ടാ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരിൽ മിക്കപേരിലും പ്രസാദിച്ചില്ല. ഒന്ന് പ്രസാദിക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് പിണങ്ങിയാൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇത് പറഞ്ഞില്ലേ കുറ്റം എൻ്റെ മേലാകും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ പ്രസാദിക്കുന്നുണ്ടോ? മക്കളെ നന്നായിട്ട് വളർത്തണം കേട്ടോ. ഏലി മക്കളെ വളർത്തിയതുപോലെ വളർത്തരുത്. ഏലി മക്കളെ വളർത്തിയ പോലെ നമ്മൾ വളർക്കരുത്. ചൊല്ലും ചോറും കൊടുത്ത് വേണം വളർത്താൻ. ഹല്ലേലൂയ, സ്തോത്രം. ഏലിയോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകൻ ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഏലിയുടെ മറുപടി, അവൻ യഹോവയല്ലോ, അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്ന്. ഹല്ലേലൂയ. നമ്മൾ മക്കളെ സ്നേഹിക്കണം കേട്ടോ. ഞാൻ ഇവിടുത്തെ പിള്ളേരെല്ലാം എൻ്റെ കമ്പനിയാണ്, കൊച്ചു പിള്ളേർ മുതൽ എൻ്റെ കമ്പനി. ഞാൻ പിള്ളേരെയും എല്ലാവരെയും സ്നേഹിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷെ നന്നായിട്ട് നടന്നില്ല ഞാൻ നേരെ പറയുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദിക്കുമോ? ഞാൻ വലിയ ഹെയർ സ്റ്റൈൽ ഒരു അമ്മാമ്മയെ കണ്ടിട്ടുണ്ട്. എനിക്ക് ബന്ധപ്പെട്ട ഒരു അമ്മാമ്മയാണ്, ഭയങ്കര സ്റ്റൈലാണ്, മുടിയൊക്കെ ഇത്രയുണ്ട്. ക്യാൻസർ വന്നു. ഞാൻ 2-3 കീമോ കഴിഞ്ഞപ്പോഴത്തേക്ക് മൊട്ടത്തലയായി. നീ വളർത്തുന്നതൊക്കെ ഉണ്ടല്ലേ, അപ്പം അവിടെ ഇവിടെയൊക്കെ പല മുഴയും വരുന്നുണ്ട് കേട്ടോ. PCOD ആയിട്ടും അല്ലാത്ത ഓടിയായിട്ടും ഒക്കെ. 2 കീമോ കഴിഞ്ഞാൽ നിൻ്റെ ഈ സ്റ്റൈലെല്ലാം മാറും. എത്രയോ സിനിമാ നടിമാർ പറഞ്ഞെഴുതിയിട്ടുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് വ്യാജമാ, ലാവണ്യം വ്യാജമാ. സ്തോത്രം. ഒരു കീമോ ചെയ്താൽ കഴിയും. ഞാനിവിടെ അടുക്കൽ ഒരു വീട്ടിൽ പണ്ട് പോകുമായിരുന്നു. സുചേട്ടത്തോടൊന്നും വലിയ താല്പര്യമില്ല. അവസാനം ക്യാൻസർ വന്നു. ബ്രസ്റ്റ് 2 റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി ചോദിക്കുക, ഇവിടെ എങ്ങും ഒരു പാസ്റ്റർമാരില്ലേ എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ.
ഇതെല്ലാം എടുത്തു കളഞ്ഞ് പൊങ്ങച്ചമൊക്കെ കഴിഞ്ഞ് എലുക്കൻ്റെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ പാസ്റ്റർമാർ വേണം. ഹല്ലേലൂയ. ക്ഷണികമായിട്ടോ ലോകം ആർക്കും സംഭവിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. കർത്തൃമേശയ്ക്ക് നാം വായിച്ചു, അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവർ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. ഇന്ന് പെന്തക്കോസിൽ ഇതൊന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല, കുറ്റക്കാരാകും. ഇന്നത്തെ പ്രസംഗമൊക്കെ ഒരു വാക്യം വായിക്കും, വേറൊരു വഴി കൂടെ പോയിട്ട് അടുത്ത വഴി കൂടെ ഇറങ്ങി ഇങ്ങ് തിരിച്ചു പോരും. പറയേണ്ടി ഒന്നും പറയത്തുമില്ല. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഒരു വാക്യം വായിച്ചല്ലോ അതിൽ നിന്നെങ്കിലും 2 എണ്ണം പറയേണ്ടതായിരുന്നു. ഹല്ലേലൂയ. എല്ലാം ഒരു ഷോ ഓഫ് ആക്കരുത്, ഷോ ആകരുത്. സ്തോത്രം. അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല. അടുത്തത് വേഗം വായിച്ച് അവസാനിപ്പിച്ചേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമ്മൊന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഇതൊന്ന് ഓർപ്പിച്ച് ഉണർത്തുകയായിരുന്നു. ഓർപ്പിച്ചുണർത്തുകയാ. പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തുകയാ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൺവെൻഷനിൽ നിങ്ങളെല്ലാവരും കർത്താവ് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരും നിരാശപ്പെടരുത്. കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച്, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആത്മാർത്ഥതയോടൊന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവ്, നിങ്ങളൊന്ന് ഹൃദയം കർത്താവിനോടൊന്ന് സ്വന്തം, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവനെ പാസ്റ്റർ ഇങ്ങനെ കടുപ്പായിട്ട് പ്രസംഗിച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മടങ്ങി വരവ് വരണം. താഴോട്ട് വേഗം വായിച്ചങ്ങ് അവസാനിപ്പിച്ച് പ്രസംഗിക്കുന്നില്ല. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകരുത്. അടുത്തത് വേഗം. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലരെ പോലെ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത്, അവര് ചിലർ പുതിയ നിയമത്തിൽ എഴുതിയേക്കുക, അവര് ചിലര് പരസംഗം ചെയ്തെന്ന്, പട്ടുപോയെന്ന്, അന്യപുരുഷന്റെ അടുക്ക പോയെന്ന്, അന്യ സ്ത്രീയുടെ അടുക്ക പോയെന്ന്, പരസംഗം ചെയ്ത് പട്ടുപോയെന്ന് പുതിയ നിയമത്തിൽ എഴുതിയേക്കുക. പഴയ നിയമത്തിലെ കാര്യം അങ്ങനെ. അവരിൽ ചിലർ പരസംഗം ചെയ്ത് വായിച്ചു. ഒരു ദിവസത്തിൽ 23,000 ഒരു ദിവസം 23,000 പേര് പോയി. അത് പഴയ നിയമത്തിലെ കാര്യമാ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് പറയാ, ദൃഷ്ടാന്തമായിട്ട് എഴുതിയേക്കുവാന്ന്, ദൃഷ്ടാന്തമായി എഴുതിയേക്കുവാന്ന്. അടുത്തത്, അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാമും കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്തത്, അവരിൽ ചിലർ പിറുപിറുത്ത് വളരെ ശ്രദ്ധിക്കണം. എല്ലാത്തിനും പിറുപിറുപ്പ്. ഹല്ലേലൂയ. ഒരു കാര്യം ചെയ്യണേ, അതിന്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യണേ. ഇവിടെ വരുമ്പോൾ പല പോരായ്മയുണ്ട്. ഇപ്പം നമ്മുടെ ഈ ലോഡെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ ലൈറ്റ് ഒന്നും ഇടാൻ മേല, അത് ട്രിപ്പായി പോവുക. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സാധനം മാറണം. അതിപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതിൻ്റെ ആ LCV അത്രയും പവർ പോരാ. അതുകൊണ്ട് ഇത് ട്രിപ്പായി പോവുക. അതുകൊണ്ട് ലൈറ്റൊക്കെ കുറച്ചത്. ഇപ്പം ഞങ്ങളത് മാറും. കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായി. അപ്പോൾ പോരായ്മയുണ്ട്. ചിലർ പറയും ഇത്രയും വലിയ ഓള് പണിതിട്ട് ആ ലൈറ്റെല്ലാം ഇടാൻ ഞാൻ ഇതെന്നാ. എന്ത് കാര്യമാണേലും പെറുപെറുപ്പ്, പ്രയാസം. സ്തോത്രം. ഹല്ലേലൂയ. അവരിൽ ചിലരെ പോലെ നിങ്ങൾ ആരാകരുത്, പിറുപിറുപ്പുകാരാകരുത്. നമ്മുടെ പിറുപിറുപ്പ് ഒന്ന് അവസാനിപ്പിക്കണം കേട്ടോ. ചുമ്മാതെ അവരോടും ഇവരോടും പാസ്റ്ററോടും വിശ്വാസിയോടും പാസ്റ്റർ മാമയോടും വിശ്വാസിയോടും എല്ലാം പിറുപിറുപ്പാ. എന്താ പിറുപിറുത്തതുകൊണ്ട് കാര്യം? വചനം പറയാ, അവരിൽ ചിലരെ പോലെ നിങ്ങൾ പിറുപിറുപ്പുകാരാകരുത്. അടുത്തോട് വായിച്ച് അവസാനിപ്പിച്ച്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി. അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം പൗലോസ് പറഞ്ഞ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായിട്ട് പറഞ്ഞ. ഞാൻ നിങ്ങളുടെ ബുദ്ധിയോപദേശത്തിനായിട്ട് മാത്രം പറഞ്ഞ കേട്ടോ. നിങ്ങളാരും എന്നോട് പിണങ്ങരുത്. ബുദ്ധിയോപദേശത്തിനായിട്ട് നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നന്നാകുക. തിരുവചനം പറയുന്നു, നീതിമാൻ ഇനി എന്ത് ചെയ്യട്ടെ? നീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനി എന്ത് ചെയ്യട്ടെ? അഴുക്കാടട്ടെ. അഴുക്കുള്ളവനെ കുറിച്ച് പറയാം, അവനെ ആടിക്കോളാൻ. അഴുക്കാടട്ടെ, അവനെ വിട്ടുകൊടുക്ക. കർത്താവ് പറയാ, വേദപുസ്തകം എഴുതി അവസാനിപ്പിക്കുക. നീതിമാനിനി നീതി ചെയ്യട്ടെ, വിശുദ്ധനിനി തന്നെ എന്ത് ചെയ്യട്ടെ? വിശുദ്ധീകരിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാം. അഴുക്കുള്ളവരായി പോകരുത്. നമ്മുടെ സമൂഹം ഇപ്പൊ കള്ളും കഞ്ചാവിനും ഒക്കെ അടിമയായി പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലേക്ക് പോകരുത്. നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.